സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം. ഏകദന്തായ വിദ്മഹേ വക്രതുണ്ടായ ധീമഹി തന്നോ ദന്തിഃ പ്രചോദയാത്. മാണിക്യവീണാം ഉപലാളയന്തീം മദാലസാം മഞ്ജുളവാഗ്വിലാസാം മാഹേന്ദ്രനീലദ്യുതികോമളാംഗീം മാതംഗകന്യാം മനസാ സ്മരാമി. ചതുർഭുജേ ചന്ദ്രകലാവതോംസേ കുജോന്നതേ കുങ്കുമരാഗശോണേ കുന്ദ്രേഷു പാശാങ്കുശപുഷ്പബാണ ഹസ്തേ നമസ്തേ ജഗദേകമാതാ. ഹസ്തേ നമസ്തേ ജഗദേകമാതാ. ശംഭോർനേത്രാനലേയ ജനനമഭിജഗത്രാണഹേതോരയാസിൽ ഭൂയസ്തീക്ഷ്ണാസിധാരാ വിദളിതശിരസാ ദാരുകം ചാഭിഹത്വ തസ്യാസൃക്പാനതുഷ്ട്യാ മുഹുരഭികൃതവത്യട്ടഹാസാൻ കഠോരാൻ സാസ്മാകം വൈരിവർഗം സാസ്മാകം വൈരിവർഗം ശമയതു തരസാ ഭദ്രദാ ഭദ്രകാളി. ശമയതു തരസാ ഭദ്രദാ ഭദ്രകാളി. ശ്രീ മഹാദേവ്യൈ നമഃ. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹോഷ്മളമായ സ്വാഗതം. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹോഷ്മളമായ സ്വാഗതം. നമസ്കാരം. ഇന്ന് നമ്മൾ ലളിതാ സഹസ്രനാമത്തിലെ 28ാമത്തെ നാമമായ മന്ദസ്മിത പ്രഭാപൂരമജ്ജത് കാമേശമാനസ എന്നുള്ള നാമത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. വാഗ്ദേവതമാര് ഭഗവതിയുടെ ലളിതാ ത്രിപുര സുന്ദരിയുടെ മന്ദസ്മിതത്തെക്കുറിച്ച്, മന്ദസ്മിതത്തിന്റെ ആ അഭൗമമായ ആകർഷണീയത വർണ്ണിക്കുകയാണ്. വാക്കുകളെ കൊണ്ട് വർണ്ണിക്കുവാൻ സാധിക്കുന്നില്ല. ഒരു വസ്തുവിനോട് താരതമ്യം ചെയ്യുവാൻ അല്ലെങ്കിൽ ഉപമിക്കുവാൻ സാധിക്കാത്ത വിധത്തിലുള്ള അഭൗമമായ സൗന്ദര്യമാണ് ഭഗവതിയുടെ ആ പുഞ്ചിരിക്കുള്ളത്, ആ മന്ദസ്മിതത്തിലുള്ള. മന്ദസ്മിതം എന്ന് പറഞ്ഞാലും പുഞ്ചിരി എന്നുള്ള അർത്ഥമാണ്. ഇപ്പൊ ഇവിടെ മന്ദസ്മിത പ്രഭാപൂര മജ്ജത് കാമേശമാനസ എന്നാണ്. അപ്പോ ഈ കാമേശന്റെ, കാമദേവന്റെ ഈശ്വരനും കൂടിയാണ് മഹാദേവൻ. അതുകൊണ്ടാണ് കാമേശ മാനസ എന്ന് പറയുന്നത്. അപ്പോ മഹാദേവന്റെ മനസ്സിനെ പോലും ആകർഷിക്കുന്ന തരത്തിലുള്ളതാണ് ഭഗവതിയുടെ മന്ദസ്മിതം, പുഞ്ചിരി എന്ന് പറയുന്നു. മഹാദേവനെ കുറിച്ച് നമുക്കറിയാം, തപസ്സിന്റെ ആളാണ്. ഇന്ദ്രിയങ്ങളെയൊക്കെ നിയന്ത്രിച്ച് സദാസമയം ധ്യാനത്തിലിരിക്കുന്ന ആ മൂർത്തിയെപ്പോലും തൻ്റെ മന്ദസ്മിതം കൊണ്ട് ആകർഷിക്കുകയാണ്. ആ മന്ദസ്മിത പ്രഭാപൂരത്തില് മജ്ജത് എന്ന് പറഞ്ഞാൽ മുക്കുകയാണ്. അവിടെയാണ് വിശേഷം. കാമേശമാനസ, അതായത് മന്ദസ്മിതത്തിന്റെ അല്ലെങ്കിൽ പുഞ്ചിരിയുടെ
പ്രഭാപൂരത്തിൽ മജ്ജത്തായ അല്ലെങ്കിൽ മുഴുകുന്ന കാമേശ മാനസത്തോടു കൂടിയവളാണ് ഭഗവതി എന്ന് വാഗ്ദേവതമാര് പറയുകയാണ്. ഇവിടെ കാമനെ വെല്ലുന്ന ആളാണ് കാമേശൻ, അല്ലെ? കാമദേവനെ പോലും തൻ്റെ മൂന്നാം തൃക്കണ്ണ് തുറന്ന് ഭസ്മമാക്കിയിട്ടുള്ളതാണ്. കാരണം എന്താന്ന് പറഞ്ഞാല് മഹാദേവന്റെ തപസ് ഇളക്കാൻ ചെന്ന അതിനെ തപസ് ഇളക്കിയത് കൊണ്ടാണ് അങ്ങനെ. കാമദേവൻ സൗന്ദര്യത്തിന്റെ ഈ പ്രകൃതിയിലെ എല്ലാവിധ സൗന്ദര്യത്തിന്റെയും ഒരു ആകത്തുകയാണ്. അപ്പൊ അങ്ങനെയുള്ള ആ കാമദേവനെ പോലും ഇല്ലാതാക്കിയവനാണ്. അപ്പോ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ കാമദേവന്റെ ഈശ്വരനും കൂടിയാണ് മഹാദേവൻ. അതുകൊണ്ടാണ് അവിടെ കാമേശ എന്ന് പറയുന്നത്. അവിടെ കാമേശൻ എന്ന് പറയുമ്പോൾ മഹാദേവൻ തന്നെയാണ് അർത്ഥം വരുന്നത്. അപ്പൊ കാമനെ വെന്ന ആളായ കാമേശൻ മഹാദേവൻ, ആ കാമേശന് പോലും ദേവിയുടെ മന്ദസ്മിതം, ആ പുഞ്ചിരി മോഹപാരവശ്യം നൽകുന്നു എന്ന് പറയുമ്പോൾ ലളിത ത്രിപുരസുന്ദരിയുടെ ആ മന്ദസ്മിതത്തിന്റെ ആ അഭൗമമായ സൗന്ദര്യം നമുക്ക് ഊഹിക്കാവുന്നതാണ്. കാമേശ്വരൻ എന്ന ആ പദം കൊണ്ട് കാമനെ ജയിച്ചവനാണ് ശിവൻ എന്ന് ഇവിടെ നമുക്ക് സൂചന ലഭിക്കുന്നു. മറ്റു മനുഷ്യരെയോ ദേവന്മാരെയോ പോലെ കാമാദി വികാരങ്ങൾക്ക് കീഴ്പ്പെടുത്താനാകാത്ത കാമേശ്വരന്റെ മനസ്സ് ദേവിയുടെ മന്ദസ്മിതപ്രഭാപൂരത്തിൽ മുഴുകുന്നതായി പറയുന്നത് കൊണ്ട് മന്ദസ്മിതത്തിന്റെ ലാവണ്യാതിശയം ഇവിടെ സൂചിപ്പിക്കുകയാണ് വാഗ്ദേവതമാര് ഈ നാമത്തിലൂടെ ചെയ്യുന്നത്. മന്ദസ്മിത പ്രഭാപൂരമജ്ജത് കാമേശ മാനസ.